ശ്രീ എ രാജ, ആദ്യം അഭിനന്ദനങ്ങൾ. സുപ്രീം കോടതി വിധി എത്തിയിരിക്കുന്നു. താങ്കൾക്ക് തുടരാം. സന്തോഷം. എന്ത് തോന്നുന്നു? ഡി കുമാറിന്റെ നീക്കങ്ങൾക്കുള്ള വലിയ തിരിച്ചടി UDF-ന്റെ. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെയും അതുപോലെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ഡി കുമാർ കൊടുത്ത കേസിൽ ഇന്നിപ്പോ സുപ്രീം കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായിട്ടാണ് വിധി വന്നിട്ടുള്ളത്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതിയിൽ ഇങ്ങനെ വിധി വരുന്ന സമയം നമ്മൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഹൈക്കോടതി വിധിക്കകത്ത് പല പിഴവുകളും സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും ഈ വിധി ന്യായത്തിൽ ഇല്ല, അതൊന്നും പരിഗണിക്കപ്പെടാതെയാണ് നമ്മളെ അയോഗ്യനാക്കിയിട്ടുള്ളത്. അപ്പോ ഇത് ഒരു തെരഞ്ഞെടുപ്പ് കേസിലുപരി ഒരു സമുദായത്തിൽ പെടുന്ന പല ആളുകളെയും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു വിധിയാണ് അന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, മതം മാറി അദ്ദേഹത്തിന് അതുകൊണ്ട് സംവരണ ആനുകൂല്യം ലഭിക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ റിലീഫ്. രണ്ടാമത്തെ റിലീഫ് എന്ന് പറയുന്നത് 1950 ശേഷം ഒരു സംസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾക്ക് ഇത് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കരുത് എന്നാണ് അദ്ദേഹം കോടതിയിൽ കേസ് കൊടുത്തത്. എന്നിട്ടും 1949 മുതൽ എന്റെ കയ്യിലുള്ള രേഖകൾ, എന്റെ ഗ്രാൻഡ് പാരന്റ്സ് 49 ഇവിടെ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തുടർച്ചയായി 10-75 വർഷം ഒരു സംസ്ഥാനത്തിന്റെ ഭാഗമായി തന്നെ നമ്മൾ നിൽക്കുന്നു. ഇതെല്ലാം കോടതിയിൽ തെളിവായി കൊടുത്തിട്ട് പോലും കോടതി അന്ന് ഇതൊന്നും പരിഗണിക്കാതെ ഇത് ടെമ്പററി ആയിട്ടുള്ള താമസമാണ്, റെസിഡൻസ് ആണ് 49 എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വന്തമായി ഭൂമി ലഭിക്കുമ്പോൾ മാത്രമേ ഒരു സംസ്ഥാനത്ത് ഒരാൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുള്ളൂ എന്നുള്ള നിലയ്ക്കാണ് ഹൈക്കോടതി വിധി ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് കേസിനേക്കാൾ ഉപരി ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആവുകയാണ്. കാരണം ഇതൊരു ഒരു തെളിവായ വിവരമാവുകയാണ്. നിരവധി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ അല്ലെങ്കിൽ സമാനമായ 1950 എന്ന് പറയുന്നത് ഇപ്പോഴും പല സ്ഥലങ്ങളിൽ തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. 1950 എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ ഉത്തരവാണ്. ആ ഉത്തരവിന്റെ അകത്ത് അന്ന് ഇന്ത്യ രാജ്യം മാത്രമേ ഉള്ളൂ. രാജ്യത്തിന്റെ അകത്തുള്ള പല ജാതികളെ കുറിച്ച് SC ഏതാണ്, ST ഏതാണ്, BC ഏതാണ്, OBC ഏതാണ് എന്നുള്ള നിലയ്ക്കാണ് അന്ന് പ്രസിഡൻഷ്യൽ ഉത്തരവ്. ആ പ്രസിഡൻഷ്യൽ ഉത്തരവിൽ മാറ്റം വരുത്തണമെങ്കിൽ പാർലമെന്റിനകത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കേരളം തന്നെ രൂപീകരിക്കപ്പെടുന്നത് 56-ലാണ്. എന്നാൽ ഇപ്പോഴും 1950 മുമ്പ് ഇവിടെ വന്നിരിക്കണം. അതിന് വന്നതിന്റെ രേഖകൾ കൊടുത്താൽ മാത്രമേ ഇന്നിപ്പോ ജാതി സർട്ടിഫിക്കറ്റ് പോലും ലഭിക്കുകയുള്ളൂ എന്നുള്ള ഒരു നിലയിലേക്ക് ഈ കോൺഗ്രസ് നേതാവ് കൊടുത്ത കേസിന്റെ ഭാഗമായി വിധി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അന്ന് പറഞ്ഞു, നമ്മൾ ഈ ജനങ്ങളുടെ അവകാശം നിലനിർത്തുന്നതിന് വേണ്ടി സുപ്രീം കോടതി വരെ നമ്മൾ പോകും, ഈ വിഷയമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ നമ്മൾ ഉന്നയിച്ച അതേ വാദം സുപ്രീം കോടതി ഇന്ന് അംഗീകരിച്ചിരിക്കുന്നു.